ഹലോ, ഇന്നത്തേത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും എല്ലാവരും കഴിച്ചിട്ടുള്ളതുമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ചിക്കൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിനാദ്യം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിലേക്ക് വേണ്ട മസാലകളൊന്ന് സെറ്റ് ചെയ്യാൻ വിചാരിച്ചു. വെളിച്ചെണ്ണയിലാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. മുളകുപൊടിൻ്റെ ഇരട്ടി മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് അങ്ങനെയാണല്ലോ നമുക്ക് കണക്ക് വരിക. പിന്നെ ചിക്കൻ മസാലയായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. ഏകദേശം 2 സ്പൂണോളം ഇട്ടിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ അതെല്ലാം കൂടിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട്. അയ്യോ, കുരുമുളക് ഇട്ടിരുന്നു കേട്ടോ, ഞാനത് പറയാൻ വിട്ടുപോയി. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചൂടാക്കി ആറട്ടെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല നമുക്ക് മസാല ഇട്ട് മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ ഒരു സൈഡ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മൾ ഓൾറെഡി ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലോട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒരു സ്പൂണിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഗ്രേവിക്ക് ഇടുമല്ലോ, അപ്പോൾ അതിനനുസരിച്ച് ഉപ്പിട്ടാൽ മതി കേട്ടോ. പിന്നെ നമ്മൾ ഓൾറെഡി മസാലകൾ സെറ്റ് ചെയ്തതും കൂടെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില ആയിരുന്നു വേണ്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ വീട്ടിലുള്ള തന്നെയാണ്. അപ്പോൾ ഓടിപ്പോയി കറിവേപ്പിലൊക്കെ വലിച്ചിട്ട് വന്ന് അതിലേക്ക് ഇട്ട് കൊടുത്ത് പിന്നെ എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ മസാലകളൊക്കെ പിടിക്കണ്ടല്ലേ. അപ്പോൾ അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും നമ്മൾ ഇനി അടുത്ത മസാലയ്ക്കുള്ള സമയമായിട്ടുണ്ട് കേട്ടോ. കറുവപ്പട്ടയായിരുന്നു കേട്ടോ ഞാൻ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയാണ് വേണ്ടത്. കറുവപ്പട്ട ജസ്റ്റ് ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്തതിന് ശേഷം നന്നായി പൊടിഞ്ഞിട്ടൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്ത ശേഷം ഞാൻ കഴുകി വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിനൊന്ന് അടിച്ചിട്ടുണ്ടായിരുന്നു. നന്നായി പേസ്റ്റൊന്നും ആക്കിയിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് ആ ഒരു ചതഞ്ഞ് എടുക്കില്ലേ, അങ്ങനെ അതാണ് കേട്ടോ ടേസ്റ്റ്. നമുക്ക് ചിക്കൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിങ്ങനെ കടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ മസാലകളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി വെച്ച് നമുക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചെടുത്ത ശേഷമാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കറുവപ്പട്ടയൊക്കെ ഇട്ട ആ ഒരു പേസ്റ്റ് ഇട്ട് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് വാടി വന്ന ശേഷം സവാളയൊക്കെ ഇട്ട് കൊടുത്ത് അത് നന്നായി വാടി വന്ന ശേഷം തക്കാളിയൊക്കെ ഇട്ട് കൊടുത്ത് നല്ല ഗ്രേവി ലുക്ക് കഴിയുമ്പോൾ ഓൾറെഡി നമ്മൾ മിക്സ് ചെയ്ത് വെച്ച നമ്മുടെ മസാലകളൊക്കെ തിരുമ്പി വെച്ച ചിക്കനൊക്കെ ഇട്ട് കൊടുത്തു. അത് തിളച്ച് നന്നായി വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴേക്കും ഞാൻ പൂളക്കിഴങ്ങ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പച്ചമുളകും കറിവേപ്പിലയും ജീരകവും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് പൂളക്കിഴങ്ങ് വേവിച്ച് അതിലോട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ഇട്ട് നന്നായി മിക്സ് ചെയ്തായിരുന്നു കേട്ടോ. അതങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മക്കൾക്ക് ചിക്കൻ കാല് വേണമെന്ന് പറഞ്ഞിട്ട് അതിനെ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്ക് കട്ടൻ ചായ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം കൂട്ടിയും കിട്ട് കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ടൈം ആകുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ കറി ആയിട്ടുണ്ടായിരുന്നേ. ഇനി നമുക്ക് ചിക്കൻ കറിയും പൂളക്കിഴങ്ങും കട്ടൻ ചായയും കൂടിയിട്ട് കഴിക്കാം കേട്ടോ. നല്ല അടിപൊളി കോംബോ അല്ലേ, എൻ്റെ ഫേവറേറ്റ് കോംബോ ആണ് കേട്ടോ. നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ ഒരു കോംബോ ഇഷ്ടമാണ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു പിടി പിടിക്കാമെന്ന് വെച്ചിട്ട് വിളമ്പാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എല്ലാവരും കൂടി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മുടെ പൂളക്കിഴങ്ങും ചിക്കൻ കറി വിത്ത് കട്ടൻ ചായ അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കേണ്ട നല്ലൊരു ഈവനിങ് ആയിരുന്നു. നല്ല അടിപൊളിയായിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കണം. താങ്ക് യു.